എല്ലാവർക്കും നമസ്കാരം. ഞാനിത് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്തെന്നാൽ ഈ മാസം നമുക്ക് ഒരു 9 എനർജി പോർട്ടൽ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ എനർജി പോർട്ടലിൻ്റെ ആ ഒരു വിശേഷമൊക്കെ ഞാൻ നേരത്തെ പല വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ന്യൂ മൂൺ എനർജി പോർട്ടൽ, ഫുൾ മൂൺ എനർജി പോർട്ടൽ, സാറ്റർൺ റിട്രോഗ്രേഡ്, അങ്ങനെ പല രീതിയിലുള്ള ആ ഒരു എനർജിയുടെ ആ ഒരു പോർട്ടൽ ഓപ്പണിങ് ജൂൺ മാസം നടക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. എല്ലാം നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമെന്നല്ല, നമ്മളൊന്ന് അവെയറായിരിക്കുക. ഇതൊന്ന് കേട്ടിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളുടെ മുന്നിൽ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ ഒക്കെ വരുമ്പോൾ നമ്മളൊന്ന് മൈൻഡ്ഫുള്ളാവുക. നമ്മൾ ആ ഒരു ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ലോജിക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് അതിനെല്ലാം ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് എൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് വരുന്ന ഓരോ വ്യക്തികളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും പ്രോത്സാഹനവും ആ ഒരു പോസിറ്റീവ് എനർജിയും സ്നേഹവും എല്ലാത്തിനും എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് ആയിട്ടുള്ള എല്ലാവരോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ ഈ മാസം നമുക്ക് ആദ്യം ഒരു 3-ാം തീയതി മുതൽ 11-12-ാം തീയതി വരെ ഡേറ്റ് ഞാൻ അങ്ങനെ സ്പെസിഫൈ ചെയ്യാത്തത്, നമ്മൾ പലരും ഈ ഒരു ഡേറ്റ് ഇങ്ങനെ ഓർത്തിരുന്ന് ഓവർ ടെൻഷനൊക്കെ അടിക്കുന്ന അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു രീതി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഡേറ്റ് സ്പെസിഫൈ ചെയ്യുന്നില്ല. എന്നാലും ചില കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പറയുകയാണ്. അപ്പോൾ 3-ാം തീയതി മുതൽ ഒരു 11-12-ാം തീയതി വരെ എനർജി പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ പ്രതീക്ഷിതമായിട്ട് പല കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരിക. അത് ചിലപ്പോൾ ഒരു ഗോസിപ്പ് മാനർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഏഷ്യണി പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ലവ് റിലേഷൻഷിപ്പിൽ ആ ഒരു പ്രപ്പോസൽ രീതിയൊക്കെ ആയിരിക്കും. അപ്പം എന്ത് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നാലും ആ ഒരു വേണ്ടാത്ത രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കൊണ്ട് നമ്മളൊന്നും വളരെ സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഇപ്പം ഗോസിപ്പ് എന്ന് പറഞ്ഞത് വേറെ എവിടെയെങ്കിലും നടന്ന സംഭവത്തിൻ്റെ ആ ഒരു പല ആളുകളും ഗോസിപ്പ് പറയുമ്പം നിങ്ങളെയും കൂടെ ചേർത്ത് പറയുക. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ ബന്ധത്തിലൊക്കെ ആളുകൾ തമ്മിൽ ഇങ്ങനെ വളരെ ഏഷ്യനെ കൂട്ടി കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും അതിനകത്ത് നിങ്ങളുടെ ഒരു പേരും കൂടെ അതിനകത്ത് അവർ ആ ഒരു പേര് അവിടെ ഉൾപ്പെടുത്തുക. അങ്ങനെ എന്തൊരു കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് കേൾക്കുന്ന സമയത്ത് നമ്മൾ വൈകാരികത വളരെയധികം കൂടാൻ ഉള്ളൊരു സാധ്യത ഉണ്ടായതുകൊണ്ട് ഒന്നും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണ്ട. അത് നമ്മൾ ലോജിക്കലായിട്ടൊന്ന് ചിന്തിച്ചിട്ട് അത് അത്രയ്ക്കല്ലേ ഉള്ളൂ, ഇത് ഇത്രയ്ക്കല്ലേ ഉള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ അതിൽ നിന്ന് അങ്ങ് നീങ്ങിപ്പോവുക. അല്ലെങ്കിൽ വളരെ കാമായിട്ട് നമ്മൾ കൂളായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന ആ ഒരു കാര്യത്തിനെ നമ്മൾ കുറച്ചുകൂടി ഇമോഷണൽസ് അല്ലെങ്കിൽ വൈകാരികത കൂടി വരുമ്പോൾ അത് പിന്നെ ഒരു വലിയ പ്രശ്നമായി മാറാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒന്നിനെയും എക്സ്പെക്റ്റ് ചെയ്യാതെ ജീവിക്കുക. ഒന്നും നമുക്ക് ഇത്ര ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നുള്ള രീതിയിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതെ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം യൂണിവേഴ്സ് നമുക്ക് കൊണ്ടുതരും, വേണ്ടാത്തതെല്ലാം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വയ്ക്കുമ്പോൾ ജൂൺ മാസം 6-ാം തീയതി ന്യൂ മൂൺ പോർട്ടൽ ഓപ്പൺ ആവുകയാണ്. അവിടെ എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെ ഒരു പുതിയ തുടക്കം, ഒരു പുതിയ സംരംഭം, അല്ലെങ്കിൽ ഒരു ന്യൂ സ്റ്റാർട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് തന്നെ നിങ്ങൾക്ക് വേണ്ടാത്ത നിങ്ങളുടെ സ്വഭാവത്തിനൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് എനിക്ക് എൻ്റേതായിട്ടുള്ള പുതിയൊരു ജീവിതം ആ ഒരു രീതിയിൽ എനിക്ക് തുടങ്ങണം എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ഒരു ന്യൂ ബിഗിനിങ്ങിനുള്ള നല്ല സമയമാണ്. അപ്പോൾ അവിടെ നമ്മൾ പല തരത്തിലുള്ള ഹയർ റെസൊല്യൂഷൻസ് കൊണ്ടുവരും. ഇപ്പോൾ സെൽഫ് ലവ്, സെൽഫ് കെയർ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ലോകത്തിലെ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഞാനാണ്. അപ്പോൾ എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ എനിക്ക് വേണ്ടി കൊടുത്ത് വളരെ തൃപ്തമായി നിന്നിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അതിനെ സ്വാർത്ഥത എന്നൊന്നും പറയില്ല, അത് സ്വാർത്ഥതയല്ല. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ വീഡിയോ വിശദമായിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെസൊല്യൂഷൻ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ മാറ്റാൻ തീരുമാനിക്കുന്നു, ഇത് നമ്മൾ മാറ്റാൻ തീരുമാനിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങൾ ഒരു പുതിയ തുടക്കത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നല്ല സമയമാണ്. പക്ഷേ അങ്ങനെ നമ്മളൊരു പുതിയ തുടക്കത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ മനസ്സ് പഴയ പാസ്റ്റിൽ നടന്ന
കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടെ നമുക്കുണ്ടായ ഇൻറ്റേർണൽ അല്ലെങ്കിൽ ഇന്നർ വൂൺസ്, അല്ലെങ്കിൽ നഷ്ടബോധം, അല്ലെങ്കിൽ ആളുകൾ പറ്റിച്ചതായിട്ടുള്ളത്, അല്ലെങ്കിൽ വേദനിപ്പിച്ച കാര്യങ്ങളിലേക്കെല്ലാം ഒന്ന് എത്തി നോക്കാനുള്ളൊരു പ്രവണതയും കൂടെ ഉണ്ട്. അങ്ങനെ നമ്മളോട് സ്റ്റാഗ്നൻ്റായി നിൽക്കുന്ന ഒരവസ്ഥ വരാം. അപ്പോൾ അതിലേക്ക് ഒന്ന് വീണു പോകാതെ നമ്മൾ അതിനെല്ലാം ഫൊർഗീവ് ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക, യൂണിവേഴ്സിലേക്കെല്ലാം നമ്മൾ ആത്മസമർപ്പണം ചെയ്യുക, നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുക. അങ്ങനെ നമ്മൾ ഒരു പുതിയ തുടക്കത്തിനൊക്കെ മാറ്റത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല സമയമാണ് ന്യൂ മൂൺ പോർട്ടൽ ഓപ്പൺ ആവുന്നത്. 5 ദിവസമാണ് അതിൻ്റെ സമയം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. പല കാര്യങ്ങളും, പല വാർത്തകളും, സാധ്യത, സാഹചര്യം, വ്യക്തി, അങ്ങനെ ആളുകൾ ഒക്കെ നമ്മളുടെ മുന്നിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ട്രിഗറിങ് ആവും, അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആവും, നമ്മുടെ വൈകാരികത കൂടും. അപ്പോൾ ഇൻ്റലിജൻസ് കുറയുന്ന ഒരു സാഹചര്യം വരുന്നതുകൊണ്ട് അതിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. എന്ത് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാലും നമ്മൾ മനസ്സുകൊണ്ട് ആലോചിക്കണം. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്ത് സ്പിരിച്വൽ പാത്തിലൂടെ ഒക്കെ പോകുന്ന ആളുകളാണെങ്കിൽ നമുക്കറിയാം, നമ്മളുടെ ജീവിതം എന്ന് പറയുന്ന ഒരു കേക്ക് വാക്കല്ല. നമ്മൾ ഒരുപാട് വേദനകളിലൂടെ, അനുഭവങ്ങളിലൂടെ എല്ലാം നമ്മൾ നടന്ന് വേദന എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി യൂണിവേഴ്സിലേക്ക് സറണ്ടർ ആയിക്കൊണ്ട് ആ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് എംപവർ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ ഇതുപോലെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള പല സാഹചര്യങ്ങളും നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക, എന്തെല്ലാം ജീവിതത്തിൽ ലൈഫ് ലെസൺസ് ആണ് യൂണിവേഴ്സ് നമുക്ക് തന്നത്, അവിടെ നിന്നെല്ലാം കരകയറാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ് നമ്മളെ പഠിപ്പിച്ചു തന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ വളരെ ലോജിക്കലായിട്ട് ഓരോ പ്രശ്നങ്ങളെ ടാക്കിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇങ്ങോട്ട് ആ ഒരു 15 കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത്, ജൂൺ മാസം 15 കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഇമോഷണൽ ആകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമ്മളുടെ മുന്നിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്, എനിക്ക് നല്ലത് സെർവ് ചെയ്യുന്നത്, അതിനെ മാത്രം നമ്മൾ എടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് മാത്രം നമ്മൾ കൊണ്ടുവരിക. ബാക്കിയെല്ലാതൊന്നും നമ്മളുടെ ജീവിതത്തിൽ ബാധിക്കുന്ന വിഷയങ്ങളല്ലെന്ന് കരുതി അതിനെയെല്ലാം നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കളയുക. നമ്മൾ കുളിക്കുമ്പോഴൊക്കെ നമ്മുടെ പുറത്തൂടെ വെള്ളം വീണങ്ങ് പോകുന്നത് പോലെ ഒന്നും ഉള്ളിലേക്ക് എടുക്കാതെ നമ്മളതിനെ അങ്ങ് കളയുക. അതിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുക. നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. എത്ര വലിയ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴും, അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യാം, അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ്, നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസവും പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിൻ്റെയും ഭംഗി ഒന്ന് ആസ്വദിച്ച് ഒരു 15-20 മിനിറ്റൊക്കെ അതിലിരിക്കുമ്പോൾ അതിന് മുമ്പ് നടന്ന കാര്യത്തിനെക്കുറിച്ച് നമ്മൾ ശരിക്കും മറന്നുപോകും. അങ്ങനെയൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളെ മാത്രം നമ്മൾ എടുക്കുക, വേണ്ടാത്ത കാര്യങ്ങളെ ഒന്നും നമ്മളുടെ ഉള്ളിലേക്ക് കയറ്റാതെ അതിനെ എല്ലാം അങ്ങ് വിട്ടേക്കുക. പിന്നെ അത് കഴിഞ്ഞ് 20-ാം തീയതി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു വീനസിൻ്റെ ആ ഒരു പ്രഭാവം കൊണ്ട് നമ്മൾ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. നമ്മൾ വളരെ അല്യൂറിങ് നേച്ചർ, അല്ലെങ്കിൽ നമ്മളുടെ സെക്ഷൽ എനർജിയൊക്കെ വളരെ ഹൈ ആയി ഒരു ഫ്ലോട്ടിങ് ആ ഒരു രീതിയിലൊക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ട് അറിഞ്ഞും അറിയാതെയൊക്കെ ഈ പറയുന്ന കണക്ക് നമുക്ക് വേണ്ടാത്ത കുഴികളിലൊന്നും ചെന്ന് ചാടരുത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വന്നാലും നമ്മൾ വളരെ മൈൻഡ്ഫുള്ളായിരിക്കണം. എന്ത് ഓപ്പർച്യൂണിറ്റി വന്നാലും നമുക്ക് വളരെ വിജയകരമായിട്ട് അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമോഷൻസിനെ കുറച്ചുകൊണ്ട്, ഇൻ്റലിജൻസിനെ കൂട്ടിക്കൊണ്ട് നമ്മളുടെ സെൻസ് എല്ലാം ഓപ്പൺ ചെയ്തുകൊണ്ട് അതിനെ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആ ഒരു ശേഷി നമ്മൾ കൈവരിക്കുക. പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു 20 കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ആ ഒരു സമയത്ത്, അതായത് ഫുൾ മൂൺ എനർജി പോർട്ടലിന് തൊട്ട് മുന്നത്തെ ആ ഒരു സമയം എന്ന് പറയുമ്പോൾ വളരെ ഹാപ്പി ആ ഒരു വൈബാണ്. ഒരുപാട് നല്ല വാർത്തകൾ നിങ്ങളിലേക്ക് വരിക, പണം, ധനം ആ ഒരു രീതിയിൽ ഒക്കെ നിങ്ങളിലേക്ക് വരിക, അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും വളരെ ഹാപ്പി മൊമെൻറ്റിലായിരിക്കും. അല്ലെങ്കിൽ പല ആളുകളും നിങ്ങൾ ചെയ്ത വലിയ കാര്യത്തിന് നിങ്ങളെ പ്രൈസ് ചെയ്യുക, പുകഴ്ത്തുക, അങ്ങനെയൊക്കെ ഒരു പോസിറ്റീവ് എനർജി ചുറ്റിൽ നിന്നെല്ലാം നമുക്കിങ്ങനെ നമ്മളിലേക്ക് ഹെവി റഷായിട്ട് വരിക. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളൊരു ഗുഡ് റിസീവറായിട്ട്, അല്ലെങ്കിൽ ഒരു റിസീവിങ് മോഡിൽ നമ്മളെ തന്നെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നിർത്തുക. ഇപ്പോൾ ഒരു കമ്പനിയിൽ നമ്മളൊരു ടീം വർക്കായിട്ടൊരു പ്രോജക്റ്റൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചു, കുറേ പരിശ്രമങ്ങളൊക്കെ ചെയ്തത് വിജയിച്ചു. അങ്ങനെ അപ്പോൾ അവിടുത്തെ പ്രോജക്റ്റ് മാനേജറെല്ലാം കൂടെ ചേർന്നത് നിങ്ങളതിൻ്റെ ലീഡറാണെന്ന് ഒന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ അവരൊരു ചെറിയ പാർട്ടി പോലെയൊക്കെ
അറേഞ്ച് ചെയ്ത് നമ്മളെ ഒരു സ്റ്റേജിലൊക്കെ നിർത്തി അവർ നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് ഒക്കെ നമ്മളെ ഇങ്ങനെ പ്രൈസ് ചെയ്ത് വെക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഇന്ന് ഞാൻ ഈ ചെയ്ത കാര്യത്തിനെല്ലാം താണ്ട് എന്നെ അങ്ങ് ഒരുപാട് പൊക്കി, നാളെ രാവിലെ വന്ന് കയറുമ്പോൾ അറിയാം നിലത്തിട്ട് ചവിട്ടിത്തേക്കാനാണെന്ന് എന്നൊരു മൈൻഡ് സെറ്റിൽ നമ്മൾ ആ ഒരു സമയത്ത് നിൽക്കരുത്. അത് നമ്മൾ യൂണിവേഴ്സ് നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾക്കുള്ള റിവാർഡ് തരുന്ന ആ ഒരു സമയമായതുകൊണ്ട് നമ്മൾ നമ്മുടെ ഹാർട്ട് സ്പേസ് ഓപ്പൺ ചെയ്ത് ഒരു റിസീവിങ് മോഡിലേക്ക് അതിനെ സ്വീകരിക്കാനായിട്ട് നിൽക്കുക. അല്ലെങ്കിൽ ഈ പറയുന്നതെല്ലാം നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ തന്നെ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മളുടെ അടുത്തേക്ക് വരാതെ അത് കാരണം നമ്മൾ നെഗറ്റിവിറ്റി നമ്മളിലിരിക്കുമ്പോൾ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നതും നെഗറ്റിവിറ്റിയെ തന്നെയാണ്. അപ്പോൾ നമ്മളൊരു ഗുഡ് റിസീവർ മോഡിലേക്ക് നമ്മളുടെ എനർജി ഷിഫ്റ്റ് ചെയ്ത് നിർത്തുക. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ജൂൺ 22 എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഫുൾ മൂൺ എനർജി പോർട്ടലാണ്. അവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു വേക്കപ്പ് കോളാണ്. എന്തിനുള്ള വേക്കപ്പ് കോൾ എന്ന് ചോദിച്ചാൽ പല രീതിയിലും നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. പല ആളുകളും നിങ്ങളെ താഴേക്ക് പിടിച്ച് വലിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. യൂണിവേഴ്സാണ് എല്ലാം എന്ന് നമ്മൾ വിശ്വസിച്ച് നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുക. അങ്ങനെ സറണ്ടറിങ് മോഡിൽ നിന്നുകൊണ്ട് നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമ്മൾ ഇമോഷണലി, ഫിസിക്കലി, മെൻ്റലി, സ്പിരിച്വലി ഒക്കെ വളരെ ബാലൻസ്ഡായി, വളരെ കൂളായി, കാമായി, പീസ്ഫുള്ളായി ഒക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി യൂണിവേഴ്സ് വർക്കൗട്ട് ചെയ്യും. യൂണിവേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു തരുമ്പോൾ നമ്മളുടെ എനർജി അവിടെ ഒരിക്കലും താഴ്ന്നു പോകില്ല. നമ്മളെപ്പോഴും വളരെ ന്യൂട്രൽ പൊസിഷനിൽ നിൽക്കാനായിട്ട് അത് സഹായിക്കും. പിന്നെ ജൂൺ മാസം ലാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ സാറ്റേൺ റിട്രോഗ്രേഡാണ്. റിട്രോഗ്രേഡ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കറിയാം, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഗ്രഹത്തിന് പിന്നിലേക്ക് സഞ്ചരിക്കാനുള്ള ആ ഒരു ഇതിനെയാണ് റിട്രോഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ സാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഡിസിപ്ലിൻ പ്ലാനറ്റ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാ മനുഷ്യരിലും ഒരു കുട്ടിയുണ്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു ഇന്നർ ചൈൽഡിനെ നമ്മൾ പാമ്പർ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിലുള്ള ക്രിയേറ്റീവ് ഐഡിയാസ്, പാഷൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് സന്തോഷം തരുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. പാട്ട് പാടാൻ കഴിവുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അതിന് സമയം കണ്ടെത്തി അതൊക്കെ ചെയ്യുക. കുക്കിംഗ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ റീഡിങ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഗാർഡനിങ് ആണെങ്കിൽ അങ്ങനെ, എന്താണെങ്കിലും നിങ്ങളുടെ ആ ഒരു ഇന്നർ ചൈൽഡിനെ ഉണർത്തുക. ഇന്നർ ചൈൽഡിനെ ഉണർത്തുക എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ഇന്നർ വൂൺസ് എല്ലാം ആദ്യം ഹീലാകും. അങ്ങനെ ഹീലായി കഴിഞ്ഞ് അത്രയും പ്യുവറായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മളൊരു അപ്പൂപ്പൻ താടിയെ പോലേക്ക് ഇങ്ങനെ പാറി കളിക്കുന്നത് കണക്ക്, അല്ലെങ്കിൽ പാറി പറക്കുന്നത് പോലെ നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് വളരെ ലൈറ്റാവും. നമ്മളുടെ എല്ലാ തരത്തിലുള്ള ഫിസിക്കലി, മെൻ്റലി, സ്പിരിച്വലി, ഇമോഷണലി എല്ലാം വളരെ ബാലൻസ്ഡ് ആയിക്കൊണ്ട് നമുക്ക് ആ ഒരു ബാഗേജ് അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് സ്പേസ് എന്ന് പറയുന്നത് വളരെ വേക്കൻ്റ് ആവും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ ഉണർത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള ആ ഒരു സിദ്ധികൾ എല്ലാം നമ്മൾ പുറത്തെടുത്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു മാസം ആ ഒരു എനർജി പോർട്ടലിൻ്റെ ഷിഫ്റ്റിങ് വെച്ച് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഇതുപോലെയൊക്കെ തന്നെ എല്ലാവർക്കും വരണമെന്ന് ഒന്നുമില്ല. അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് യൂണിവേഴ്സ് ഓരോരുത്തർക്കും വെച്ചിരിക്കുന്നത് അത് അവരവർക്ക് തന്നെ തരും, ബാക്കി ആർക്കും കൊടുക്കില്ല. വാട്ട് ഈസ് മെന്റ് ഫോർ യു ഇറ്റ്സ് ഫോർ യു എന്നാണ് യൂണിവേഴ്സൽ ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക, നമ്മളെ തന്നെ അങ്ങ് സറണ്ടർ ചെയ്യുക. അപ്പോൾ യൂണിവേഴ്സ് നമ്മളിലൂടെ ഇങ്ങനെ സദാ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് തരും, വേണ്ടാത്തതെല്ലാം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റി എപ്പോഴും നമ്മൾ വളരെ പ്രൊട്ടക്റ്റഡായി, വളരെ ബ്ലെസ്ഡായി ഇരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. പിന്നെ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എന്ത് ജോലികൾ ചെയ്താലും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ള നമ്മളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതുതന്നെയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ ടൂൾ. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ഒരുപാട് ചിന്തിക്കേണ്ട, കേൾക്കുക, അതങ്ങ് കളഞ്ഞേക്കുക. പിന്നെ എന്ത് സാധ്യതകൾ നമ്മുടെ മുന്നിൽ വന്നാലും നമ്മളതിൽ താഴേക്ക് പോകാതെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഉയർന്നു നിന്ന് നമ്മളുടെ മെൻ്റൽ സ്ട്രെങ്ത് ഉയർത്തിക്കൊണ്ട് ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിന്നുകൊണ്ട് ആ സിറ്റുവേഷനെല്ലാം ടാക്കിൾ ചെയ്യാനുള്ള ആ ഒരു കരവിരുത് നമ്മൾ സ്വായത്തമാക്കുക.
അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.